ആയിരിക്കാൻ ദൈവത്തെ അല്പസമയം ഹൃദയത്തിൻ്റെ ആഴത്തുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളോട് കൈമാറാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: അവന് എന്ത് ഭവിക്കും എന്നറിയുവാൻ. ആ പദം എന്നെ ഹൃദയത്തിനകത്ത് ഒത്തിരി സ്പർശിച്ചൊരു പദമാണ്. അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു എന്ന് വായിക്കാനിടയായി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തളത്തിൽ ഈ രാത്രി നാം ഇവിടെ വന്നിരിക്കുമ്പോഴും, ഈ ആലയത്തിൻ്റെ നടുവിൽ, ഈ ഹാളിൻ്റെ നടുവിൽ ഇവിടെ ആയിരിക്കുമ്പോഴും, വിവിധ രാജ്യങ്ങളിൽ ഒരുപക്ഷേ ലൈവിലൂടെയോ ദൈവിക സന്ദേശമായിട്ടോ അല്ലെങ്കിൽ TV പ്രോഗ്രാമുകളിലൂടെയോ ഒരു സന്ദേശം കേൾക്കുന്ന സാഹചര്യത്തിലെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും നാം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സത്യമാണ്: ഈ ലോകം മുഴുവനും നമുക്ക് അനുകൂലമല്ല. പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ഒന്ന് നിൽക്കുമ്പോൾ, പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലത്തിൻ്റെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരങ്ങൾ നമ്മിൽ വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നാം വായിച്ച വചനം പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്: അവന് എന്ത് ഭവിക്കും എന്ന് അറിയുവാൻ. എത്ര സത്യമായ വചനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദപുസ്തകം ഇങ്ങനെ നാം പഠിച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു. എബ്രായ ലേഖനം അതിനകത്ത് വ്യക്തമായി കാണാൻ കഴിയുന്ന ശക്തമേറിയ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഉള്ളൊരു വ്യക്തിയാണ് അബ്രഹാം. ആ അബ്രഹാമിനെ എബ്രായ ലേഖന കർത്താവായ പൗലൂസ് ആഴമായി പരിചയപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ആഴം ഒക്കെയും നമുക്ക് എബ്രായ ലേഖനത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി മരണം മുഖാമുഖമായി കാണുമ്പോൾ യഹൂദ ജനതയുടെ മുൻപിൽ, അല്ലെങ്കിൽ യഹൂദ ജനത്തിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 6-7 അധ്യായത്തിൽ തൻ്റെ മരണം മുന്നിൽ കാണുമ്പോൾ, എന്ന് പറഞ്ഞാൽ സ്വർഗം തുറന്നിരിക്കുന്നത്, മരണം മുഖാമുഖമായി കാണുന്ന സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്ന വെളിപ്പാട് കണ്ടുകൊണ്ട് സന്നിധി സംഘത്തിൻ്റെയും മഹാപുരോഹിതന്മാരുടെയും മുൻപിൽ ശക്തമായി പ്രസംഗിക്കുന്നൊരു പ്രസംഗമുണ്ട്. അതിനകത്ത് പറയുന്നൊരു പദമുണ്ട്: അബ്രഹാമിൻ്റെ വാഗ്ദത്തകാലമെടുത്തപ്പോൾ, അബ്രഹാമിൻ്റെ വാഗ്ദത്തകാലമെടുത്തപ്പോൾ മിസ്രൈമിൻ്റെ മണ്ണിൽ ജനം പെരുകി. ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും ചിന്തിക്കും വാഗ്ദത്തം വെളിപ്പെടുന്നത് എന്തോ സമൃദ്ധിയിലിരിക്കുമ്പോഴാണെന്ന്. വാഗ്ദത്തം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നന്മ മാത്രമാണ് വെളിപ്പെടുന്നതെന്ന്. നമ്മളെല്ലാവരും പ്രവാചകന്മാരുടെ മുൻപിൽ പോകാറുണ്ട്. പ്രവാചകന്മാരെ നമുക്ക് ഏറെ ഇഷ്ടമാണ്. എന്തിനേറെ എന്നെ വിളിക്കുന്ന പലരും ദൈവിക ദൂത് കേൾക്കാൻ വിളിക്കുന്നതാണ്. കാരണം എൻ്റെ മേൽ ചുരിഞ്ഞൊരു അഭിഷേകം അങ്ങനെയുള്ളതാണ്. പക്ഷേ അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മിൽ വാഗ്ദത്തം വെളിപ്പെടുമ്പോൾ നമ്മിൽ നന്മ വെളിപ്പെടുമെന്നാണ്. നമ്മളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം വെളിപ്പെടുമെന്നാണ്. ഇന്നത്തെ തകർച്ച മാറും എന്നൊക്കെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്ത നിവർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആദ്യം ഓടി വരുന്ന സംഭവം. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ സ്തേഫാനോസ് മരണം മുന്നിൽ കണ്ടിട്ട് തൻ്റെ പ്രസംഗത്തിനകത്ത് പറയുകയാണ്: അബ്രഹാമിൻ്റെ കാലമെത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറിയൊരു വാഗ്ദത്തമുണ്ട്: ഞാൻ നിന്റെ തലമുറയെ ഒരു രാജ്യമാക്കുമെന്ന ആഴമേറിയ വാഗ്ദത്തം. ആ വാഗ്ദത്ത കാലം എത്തിയപ്പോൾ വചനം പറയുന്നത് മിസ്രൈമിൽ ജനം പെരുകി. അടുത്ത പദമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് അടുത്ത പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ജനം പെരുകിയപ്പോൾ യോസേഫിനെ അറിയാത്തൊരു ഫറവോൻ ആ ദേശത്തെഴുന്നേറ്റു അവരെ അടിമകളാക്കി മാറ്റി. അർത്ഥാൽ ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്തം അവനിൽ വെളിപ്പെട്ടപ്പോൾ നന്മ എന്നല്ല അവൻ്റെ ജീവിതത്തിനകത്ത് കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത്
സമയത്ത് നമ്മൾ കരുതുന്ന നന്മകളല്ല വെളിപ്പെട്ടത്. അബ്രഹാമിൻ്റെ വാഗ്ദത്ത കാലമെടുത്തപ്പോൾ തൻ്റെ തലമുറകൾ 400 വർഷം അടിമകളായി മാറിയെങ്കിൽ ഇന്ന് രാത്രി നീ പോലും നനയ്ക്കാത്ത ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് വെളിപ്പെട്ട കണ്ണുനീരിൻ്റെ സമയങ്ങളില്ലേ, താഴ്ചയുടെ സമയങ്ങളില്ലേ, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ട് തുറന്നു വരാത്ത വഴികളില്ലേ, എത്ര ആഗ്രഹിച്ചിട്ട് നിന്റെ മുമ്പിൽ തുറന്നു വരാത്ത വാതിലുകളില്ലേ, അതൊന്നും നീ ചിന്തിക്കരുത്. ദൈവപ്രവർത്തിയല്ല. ഏതോ പൈശാചികൻ കെട്ടിയത് കൊണ്ടാണ്, ഏതോ വേന്ദ്രവാദി നമുക്കെതിരെ തിരിഞ്ഞത് കൊണ്ടാണ്, ഏതോ വ്യക്തി നമുക്കെതിരെ പോരാടിയത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതൊന്നും നാം ചിന്തിക്കരുത്. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാഗ്ദത്ത കാലമെന്ന് പറയുന്നത് സമൃദ്ധിയുടെ കാലം മാത്രമല്ല, അവൻ്റെ വാഗ്ദത്ത കാലമെന്ന് പറയുന്നത് അടിമവാസവും അവൻ്റെ വാഗ്ദത്ത കാലമാണ്. കാരണമെന്നറിയാമോ? നമുക്കറിയാത്ത രീതിയിൽ എൻ്റെ ദൈവം നമ്മെ പണിയുന്ന സമയമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. അല്ലെങ്കിൽ ഒരിക്കലും സ്റ്റേഫാനോസ് ആത്മനിറവിൽ പറയേണ്ട കാര്യമില്ല. ആമേൻ. അബ്രഹാമിന്റെ വാഗ്ദത്ത കാലമെടുത്തപ്പോൾ ജനം മിസ്രൈമിൽ അടിമകളായി മാറിയെന്ന്. വാഗ്ദത്തമാലം അടുത്ത അടിമകളല്ല ജനമാകേണ്ടത്. നമ്മുടെ കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ ചിന്താഗതി അനുസരിച്ച്, നമ്മുടെ പ്രാസംഗികന്മാരുടെ പ്രസംഗ ശൈലി അനുസരിച്ച് വാഗ്ദത്ത കാലം അടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരുവന്റെ ജീവിതത്തിനകത്ത് അടിമമാസമല്ല വെളിപ്പെടേണ്ടത്. വാഗ്ദത്ത കാലം വാഗ്ദത്ത കാലം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് പുറപ്പാടാണ്. ഹല്ലേലൂയ. അടിമനുഖം വിട്ടൊരു യാത്രയാണ്. ഫറവോന്റെ കയ്യിൽ നിന്നും മിസ്രൈമിന്റെ കയ്യിൽ നിന്നും ഇന്ന് കണ്ട മിസ്രൈമിനെ കാണത്തില്ലെന്ന് പാട്ടുപാടി തപ്പെടുത്ത് ആരാധിക്കുന്ന ഒരു ആത്മതലമാണ് വാഗ്ദത്തകാലം എത്തി എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൂത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ വചനം പറയുന്നു, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാഗ്ദത്തകാലം എത്ര തന്നെയാണേലും, അത് ഉയർച്ചയാണേലും താഴ്ചയാണേലും, അവന്റെ മടുവിൽ വാഗ്ദത്തത്തെ നിറവേറ്റ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അറിയാത്ത അടിമവാസത്തിനകത്ത് വച്ച് എന്റെ ദൈവത്തിനു നിന്നെ പണിയാനുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ഒരു ജാതിയായി, ഒരു രാജ്യമായി, ഒരു കൂട്ടമായി വളർന്നത് പ്രിയരെ അബ്രഹാം യാത്ര തിരിച്ചപ്പോഴല്ല, ഇസഹാക്ക് യാത്ര തിരിച്ചപ്പോഴല്ല, ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചപ്പോഴല്ല, യാക്കോബ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചപ്പോഴല്ല. വചനം പറയുന്നു, ഇസ്രായേൽ ഒരു രാജ്യമായി മാറിയത് അടിമനുഖത്തിനകത്ത് അവർ പെറ്റുപെരുകി, അവർ വിശാലമായെങ്കിൽ ഈ പകൽ ഒരു ദൂത് കൈമാറ. എത്ര വലിയ അടിമനുഖങ്ങൾ നിന്നെ തകർക്കാൻ വച്ചാൽ ഇന്നു പകൽ വാഗ്ദത്തകാലം നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആ അടിമവാസത്തിനകത്ത് ഒരു വളർച്ച നിന്നിൽ വെളിപ്പെടും, ഒരു അനുഗ്രഹം നിന്നിൽ വെളിപ്പെടും. ഇതുവരെ കാണാത്ത ദൈവമകത്ത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. അതുകൊണ്ടാണ് ഭക്തന്മാർ പറഞ്ഞത്, ദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെല്ലാം സകലതും നന്മയ്ക്കായി. ആ പദം ഒന്ന് പറഞ്ഞാട്ടെ, സകലതും നന്മയ്ക്കായി. അബ്രഹാമിന്റെ വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ജനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ, ജനം അടിമകളായി പോയപ്പോൾ എന്തേ വാഗ്ദത്തം നിവർത്തിച്ചില്ലെന്ന് നീ ചിന്തിക്കരുത്. അവിടെയാണ് വാഗ്ദത്തത്തിന്റെ വലിയ വിശാലത വെളിപ്പെട്ടത്. ആർക്കുമില്ലാത്ത ശോഭനം എനക്ക് വന്നപ്പോൾ, ആർക്കുമില്ലാത്ത ഒറ്റപ്പെടം എനക്ക് വന്നപ്പോൾ, ആർക്കുമില്ലാത്ത ഏകാന്തത എനക്ക് വന്നപ്പോൾ ഇന്ന് രാത്രി നീ ചിന്തിക്കരുത് നിന്നിൽ വാഗ്ദത്തം വെളിപ്പെട്ടില്ലെന്ന്. നിന്റെ അക്ഷരീയമായ കണ്ണിൽ നീ ഒന്നും കാണുന്നില്ലേലോ, എന്റെ ദൈവത്തിന് നിന്റെ വളർച്ച അറിയാം. ഈ രാത്രി വിശ്വസിക്ക്. ഏത് രാജ്യത്തിലിരുന്ന് ഈ ഹാളിനകത്ത് എവിടെ ഇരുന്ന് ഈ ശബ്ദം കേട്ടാലും ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്റെ വാഗ്ദത്ത കാലം അടുത്തോ എന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് സകലതും നന്മയ്ക്കാ.
സകലതും നന്മയ്ക്കായി, സകലതും നന്മയ്ക്ക്. ഈ രാത്രി പറ, ചിലർ ഒറ്റപ്പെടുത്തിയത് നന്മയ്ക്ക്, ചിലർ നിനക്കെതിരായി തീർന്നത് നന്മയ്ക്ക്, ചില വഴികൾ അടയപ്പെട്ടത് നന്മയ്ക്ക്. ഇന്ന് രാത്രി കാരണം നിന്നിൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെട്ടത് കൊണ്ട്, വാഗ്ദത്ത നിവർത്തി വെളിപ്പെട്ടപ്പോ, ഇന്ന് രാത്രി ഇസ്രായേലിൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെട്ടപ്പോ അനുഗ്രഹങ്ങളല്ല അവരിൽ വെളിപ്പെട്ടത്. അവരിൽ ഇന്ന് വരെ അവരനുഭവിച്ച നന്മകളെ ബ്ലോക്ക് ചെയ്തിട്ട് ചില ശൂന്യതയിലേക്ക് ദൈവം കടത്തിവിട്ടെങ്കിൽ ഇന്ന് രാത്രി അത് തകർച്ചക്കല്ല, അത് തകർച്ചക്കല്ല. എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ശൂന്യതകൾ തകർച്ചക്കല്ല, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒറ്റപ്പെടലുകൾ തകർച്ചക്കല്ല, എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട, എൻ്റെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെട്ട ആ പ്രതികൂല അത് തകർച്ചക്കല്ല. അവൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ പെരുകി, ജനം മിസ്രയീമിൽ പെരുകി. ഇന്ന് രാത്രി നീ ചിന്തിക്കുന്നതല്ല ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തി. ചില മരുഭൂമികൾക്കകത്ത് എൻ്റെ ദൈവത്തിന് നിന്നെ വളർത്താൻ കഴിയും. ചില അടിമനുഖത്തിനകത്ത് എൻ്റെ ദൈവത്തിന് നിന്നെ വിശാലപ്പെടുത്താൻ കഴിയും. നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മൂടികൾ ഈ രാത്രി ഉടയപ്പെടട്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു മെറ്റീരിയലായിട്ടുള്ള ബേസ് ഇന്ന് രാത്രി ഉടയപ്പെടട്ട്. അതിൻ്റെ മടിവിലും ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ട നീ അറിയാതെ നീ വളരൂ, അറിയാതെ നീ വളരൂ. നിന്റെ തലമുറകൾ വളരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, വചനം പറയുന്നു, വാഗ്ദത്ത കാലം അടുത്തപ്പോൾ യോസേഫിനെ അറിയാത്ത ഫറവോൻ വെളിപ്പെട്ടു. നമ്മൾ പറയും നേരെ തിരിച്ച, വാഗ്ദത്തം ഉള്ളപ്പോഴാ യോസേഫിനെ അറിയുന്ന ഫറവോൻ. യോസേഫിന് മന്ത്രിക്കുപ്പായം കൊടുത്തു, മുദ്രമോതിരം കൊടുത്തു, അവരുടെ ഭണ്ണകശാലകളെ ദൈവം നിറച്ചു. ഇതെല്ലാം വാഗ്ദത്ത നിവർത്തിയായിട്ടാണ് നമ്മൾ പറയുന്നേ. പക്ഷെ സ്നേഹാനോസ് പറയുക, മരണം മുഖാമുഖമായി കാണുമ്പോൾ സന്നിധി സംഘത്തിന്റെ മുൻപിൽ, മഹാപുരോഹിതന്മാരുടെ മുൻപിൽ നിന്ന് പറയുകയാണ്, അബ്രഹാമിന്റെ വാഗ്ദത്തം, യോസേഫിന്റെ വാഗ്ദത്തം എന്നല്ല, യാക്കോബിന്റെ വാഗ്ദത്തം എന്നല്ല, അവന്റെ 4 തലമുറകൾ പുറകിലുള്ള അവന്റെ പിതാവിന്റെ വാഗ്ദത്ത കാലം അടുത്തപ്പോ മിസ്രയീമിൽ ഇസ്രായേൽ ജനം പെരുകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, 400 വർഷം അടിമകളായി മാറി. അവർ പോലും അറിയാത്ത ശൂന്യതകൾ അവരിൽ വെളിപ്പെട്ടു. ഇന്ന് രാത്രി ചിന്തിക്കാൻ കഴിയാത്ത ഞെരുക്കം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ? സ്വപ്നം കാണാൻ കഴിയാത്ത ഏതെങ്കിലും ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കാൻ കഴിയാത്ത മേഖലകൾക്കകത്ത് എവിടെയെങ്കിലും ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? എത്ര ആഗ്രഹിച്ചിട്ടും മുന്നോട്ട് വരാൻ കഴിയാതെ, എത്ര പരിശ്രമിച്ചിട്ടും മുന്നോട്ട് വരാൻ കഴിയാതെ എവിടെയൊക്കെ അടയപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, എനിക്കൊരു കാര്യം അറിയാം, അധിക കാലം ഞാൻ ഈ അടിമയായി ജീവിക്കില്ല, അധിക കാലം ഞാൻ ഇതിനകത്ത് ഒതുങ്ങില്ല. എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, മിസ്രയീമിന്റെ മണ്ണിൽ 400 വർഷം ഇസ്രായേൽ ജനം അടിമകളായി മാറി. അടിമവാസം നാം വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളൊക്കെ എങ്ങനെയാണ് മിസ്രയീമിൽ അവരെ ശത്രുവായവൻ അല്ലെങ്കിൽ ഫറവോൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രോഹിച്ചതെന്ന്, ഉപദ്രവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് 400 വർഷം അവർ കാത്തിരുന്നത് ഒരുവൻ എഴുന്നേറ്റ് വരും. ആര്? ഒരുവൻ എഴുന്നേറ്റ് വരും. ആമേൻ. ഒരു വ്യക്തി എഴുന്നേറ്റ് വരും. ആ വ്യക്തി എഴുന്നേറ്റ് വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ അടിമവാസം പൊളിയും. അമ്മേ, ദൈവം ഇറങ്ങി വരും.
ദൈവം പ്രവർത്തിക്കും. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് സത്യം ചെയ്ത ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അന്ന് ഞങ്ങളുടെ കഷ്ടത മാറും, ഞങ്ങളുടെ നിന്ന മാറും, ഞങ്ങളുടെ അപമാനം മാറും. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും ഈ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം തകർന്നിട്ടും എല്ലാം ഉടഞ്ഞു പോയിട്ട് എവിടെയൊക്കെ ശൂന്യത അനുഭവിക്കുമ്പോഴോ ഒരു ധൈര്യം നമ്മെ ചലിപ്പിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ശൂന്യതകൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരുമെന്നല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നൊരു പകൽ വെളിപ്പെടുമെന്നല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ച് ഈ രാത്രി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൈവത്തെ എനിക്കറിയാം. അധികകാലം എൻ്റെ ദൈവം അവൻ മൗനമായിരിക്കില്ല, അധികകാലം എൻ്റെ ദൈവം സൈലന്റ് ആയിരിക്കില്ല. എൻ്റെ ദൈവത്തിന്റെ സൈലൻസ് നിന്നെ വേദനിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ദൈവം നീ കാണാത്ത എന്തോ ദൈവിക പദ്ധതി നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. നീ പ്രതീക്ഷിച്ച വഴി തുറന്നില്ല, നീ പ്രതീക്ഷിച്ച വാതിൽ തുറന്നില്ല, നീ പ്രതീക്ഷിച്ച വ്യക്തികൾ നിന്നെ സഹായിച്ചില്ല, നീ പ്രതീക്ഷിച്ചപ്പോൾ നിനക്കൊരു വിടുതൽ വന്നില്ല, എന്നിട്ടും നീ പിടിച്ചു നിന്നു, എന്നിട്ടും നീ ഉറച്ചു നിന്നു. കാരണമെന്ത്? ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഇറങ്ങി വരും. എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, എൻ്റെ മാതാവിൻ്റെ കണ്ണുനീർ തുടച്ച ദൈവം എനിക്ക് വേണ്ടിയും ഇറങ്ങി വരുമെന്ന് ആ വിശ്വാസത്തിലല്ലേ ഈ രാത്രിയും ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം ഇടപെടുകയാ കുഞ്ഞ്. ഇന്ന് രാത്രി ഈ പകലെൻ്റെ ദൈവം ഇറങ്ങി വരുന്ന പകലാണ്. ഈ രാത്രി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി ദൈവത്തെ മകച്ചപ്പെടുത്തി തുടങ്ങിക്കോ. അപ്പൊ ഈ ജനത്തിന്റെ മേൽ അങ്ങിറങ്ങണമേ, അങ്ങയുടെ സാന്നിധ്യം അങ്ങ് തുടരണമേ. ഈ രാത്രി ഏത് രാജ്യത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാൽ, ഏത് കിലോമീറ്ററുകൾക്കപ്പുറം, എത്ര കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ഈ ശബ്ദം കേട്ടാൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ചലനങ്ങൾ ഈ രാത്രി ഇറങ്ങിച്ചെല്ലണം. ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രി വെളിപ്പെടണം. അങ്ങനൊരു ദൈവകൃപ ഈ രാത്രി ആഴമായി ജനത്തിന്റെ മേൽ ഞാൻ അയക്കുകയാണ്. പ്രിയരെ, മിസ്രൈമിന്റെ മണ്ണിൽ ഊരിയ വിചാരകന്മാരാളുള്ള പീഡയും താങ്ങാൻ കഴിയാത്ത പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവരനുഭവിക്കുമ്പോഴും അവർക്കൊരുറപ്പ്, എൻ്റെ ദൈവം വാക്ക് മാറില്ല, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം വാക്ക് മാറില്ല, ഇവിടെയും ഞങ്ങൾ തകരില്ല, ഞങ്ങൾക്കൊരു കനാനുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഉറപ്പ് ഞാൻ പറയാ, ആരെല്ലാം വാക്ക് മാറിയാൽ എൻ്റെ ദൈവം വാക്ക് മാറില്ല. ആരെല്ലാം നിനക്ക് വാക്ക് തന്നവർ വാക്ക് മാറിയാൽ നിന്റെ ദൈവം വാക്ക് മാറില്ല, നിന്റെ പിതാക്കന്മാരുടെ ദൈവം വാക്ക് മാറില്ല. അവൻ വിശ്വസ്തനാണ് കേട്ടോ. ഇന്ന് രാത്രി ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ ആമേൻ ഒരു എൻ്റെ ദൈവം നിനക്ക് വേണ്ടി മാറ്റിത്തരും. ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം മാറ്റിത്തന്ന് ചില വിശാലതയുടെ പടവുകളിലേക്ക് ഈ രാത്രി ചിലവിനെ ലിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മിസ്രൈമിനകത്ത് കൊതിക്കുകയാണ് ഒരു വീണ്ടെടുപ്പുകാരന് വേണ്ടി.
ഒരു വീണ്ടെടുപ്പുകാരന് വേണ്ടി അവരുടെ കഷ്ടതയെ മാറ്റാൻ, അവരുടെ നിന്ദയെ മാറ്റാൻ, അവരുടെ ഞെരുക്കത്തെ മാറ്റാൻ, അവരുടെ അടിമനുഖത്തെ മാറ്റാൻ 400 വർഷം അവർ അനുഭവിച്ച കഷ്ടതയ്ക്കൊരു മറുപടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ആമേ, വാഗ്ദത്ത കാലത്തിൽ ആമേ, വാഗ്ദത്ത കാലം അടുത്തെന്നറിഞ്ഞപ്പോൾ വാഗ്ദത്തമുള്ള ഒരുവനെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി വിശ്വാസമുണ്ടെങ്കിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. നിന്റെ കൂടാരത്തിൻ്റെ നിന്ന മാറ്റ കണ്ടൊരു വ്യക്തിയാണ് നീ. ഈ പട്ടണത്തിൻ്റെ നിന്ന മാറ്റ കണ്ടൊരു ആലയമാണ് നമ്മുടെ ആലയം. ആമേൻ. ഇന്ന് രാത്രി ഉറപ്പുണ്ടെങ്കിൽ പറ, നിന്റെ കൂടാരത്തിൻ്റെ ദാരിദ്ര്യത്തെ പൊളിക്കുക, നിന്റെ കൂടാരത്തിൻ്റെ കഷ്ടതയെ പൊളിക്കുക. എൻ്റെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നീ. ഇന്ന് രാത്രി നിന്റെ മാതാവിന്റെ കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ പിതാവിന്റെ ഭാരം വഹിക്കുക. ഇന്ന് രാത്രി വിളിക്കപ്പെട്ട വ്യക്തിയാണ് നീ. You are a chosen one. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ സാധാരണക്കാരനല്ല. ഏതോ വീട്ടിലുള്ള എല്ലാ തലമുറകളെ പോലെ അല്ല നീ ദൈവമുള്ളവനാണ്. സത്യം, നീ വാഗ്ദത്തമുള്ളവനാണ്. വാഗ്ദത്തമുള്ളവനെ ഒതുക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. എത്ര പഴക്കമുള്ള അടിമനുഖങ്ങളാണെങ്കിലും വാഗ്ദത്തമുള്ളവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോ മുഖങ്ങൾ തകർന്നു മാറുമെങ്കിൽ ഈ രാത്രി വചനം ഇവിടെ പ്രസംഗിക്കുമ്പോ അഭിഷേകത്തിന്റെ ശക്തിയോ ഈ പട്ടണങ്ങൾക്കകത്ത് ആമെ കുടികൊത്തി വാഴുന്ന ആമെ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ ശക്തികൾ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. പ്രിയരെ, മിസ്രയീമിന്റെ മണ്ണിലെ അടിമവാസം പൊളിക്കാൻ എൻ്റെ ദൈവം കണ്ടൊരു വാഗ്ദത്തമാണ് മോശ. ആരാണ് മോശ? വാഗ്ദത്തമാണ് മോശ. കരമുയർത്തിപ്പറ, ഞാനൊരു വാഗ്ദത്തമാണ്. ഞാനൊരു വാഗ്ദത്തമാണ്. ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. ഞാനൊരു ദൈവത്തിൻ്റെ പ്രോമിസാണ്. എന്തുകൊണ്ട്? അടിമനുഖത്തെ പൊളിക്കാൻ എൻ്റെ ദൈവം കണ്ടത് എന്നെയാണ്. നിങ്ങളെയാ, നിങ്ങളുടെ കൂടാരത്തിൻ്റെ അടിമനുഖത്തെ പൊളിക്കാൻ കണ്ടത്. ഒരു ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി കണ്ടത് നമ്മളെയാ. ഇന്ന് രാത്രി വിശ്വസിക്കുക. വചനം പറയുന്നു 400 വർഷം ഇസ്രായേൽ പെരുകുകയാണ് മിസ്രയീമിൽ. ഞാനൊരു ഉറപ്പ് ഞാൻ പറയാം കേട്ടോ. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ദൈവികമായ വളർച്ച വെളിപ്പെടുന്നത് പ്രതികൂലത്തിലാണ്. അമ്മ, ഏറ്റവും കൂടുതൽ വളർച്ച വെളിപ്പെടുന്നത് പ്രതികൂലത്തിലാണ്. പ്രതികൂലത്തിൽ വേഗത്തിൽ വളർച്ചകൾ വെളിപ്പെടും. അപ്പോസ്തല പ്രവർത്തികളിൽ 1-ാം അധ്യായത്തിനകത്ത് വെളിപ്പെടാത്ത ഒരു വളർച്ചയുണ്ട്. വളർച്ച ഒരു മാളിക മുറി കാത്തിരിക്കുക. പക്ഷെ സഭയ്ക്കകത്ത് വെളിപ്പെട്ട പീഡകൾ വെളിപ്പെട്ടപ്പോൾ, സഭ ചിതറിയപ്പോൾ സഭ വളർന്നു എന്ന് പറഞ്ഞാൽ പ്രതികൂലത്തിനകത്ത് വളർത്തുന്നവനാണ് നമ്മുടെ ദൈവം. അമ്മേ, 400 വർഷം മിസ്രയീമിൽ ജനം കിടക്കുക. പക്ഷേ പ്രതികൂലത്തിനകത്ത് മിസ്രയീമിന്റെ മണ്ണിൽ ജനം വളർന്നു. അമ്മേ, നിന്റെ വളർച്ച ഡെവലപ്മെന്റിൽ കിടക്കുമ്പോഴല്ല. അമ്മേ, നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ദൈവം ഇങ്ങനെ സ്പൂണിൽ നമുക്ക് പ്രിയരെ, നിന്റെ വളർച്ച
അസാധാരണമായി വളരണമോ? അമ്മേ, ഒരു ഓർഡിനറി ഗ്രോത്ത് അല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളരണമോ? അത് ഞെരുക്കത്തിനകത്താണ് നീ വളരുന്നേ. അമ്മേ, ഹല്ലേലൂയ. വേദപുസ്തകം അങ്ങനെ പറയുന്നു. മിസ്രയീമിന്റെ മണ്ണിൽ ജനം പെരുകുകയാ, പക്ഷേ അവർ ആഗ്രഹിക്കുന്ന വാഗ്ദത്തത്തിലേക്ക്, അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കാൻ, സത്യദൈവത്തെ സ്തുതിക്കാൻ അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. അവരുടെ തലമുറകൾ മുഴുവനും മിസ്രയീമിൽ മരണമടയുമ്പോൾ, പക്ഷെ വചനം പറയുന്നു 400-ാമത്തെ വർഷം, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, 400 വർഷം തികഞ്ഞപ്പോൾ മിസ്രയീമിന്റെ മണ്ണിൽ ഒരു കുഞ്ഞു ജനിക്കുകയാണ്. അവൻ ജനിക്കുന്നത് പ്രതിസന്ധിയിലാണ്. ഫറവോൻ ഉത്തരവിടുകയാണ്, യഹൂദന്മാരായി ഒരുവൻ ജനിച്ചാൽ, യഹൂദ കൂടാരത്തിനകത്തൊരു കുഞ്ഞ് ജനിച്ചാൽ, ഒന്നീ ഉദരത്തിൽ വച്ച് കൊമ്മ് കളയണം, ഇല്ലെങ്കിൽ നൈലില് എറിഞ്ഞു കളയണം. 2 തരത്തിൽ മിസ്രയീമിലെ തലമുറകളെ നശിപ്പിച്ചു കളയാൻ ഫറവോൻ പദ്ധതിയിടുമ്പോൾ, ഒരു ഉറപ്പ് ഞാൻ പറയാം, നീ വാക്തത്വമുള്ളവനാണോ, ആരെല്ലാം പദ്ധതിയിട്ടാലും നീ വളരും. ആമേൻ. പലരും നശിച്ചേക്കാം, അവരുടെ പദ്ധതികൾക്കകത്ത് പലരും ഒതുങ്ങിയേക്കാം, പക്ഷെ നീ വാക്തത്വമുള്ളവനാണെങ്കിൽ നീ തകർന്നു പോകില്ല, നീ നശിച്ചു പോകില്ല. അമ്മേ, ഹല്ലേലൂയ. വചനം പറയുന്നു, മോശ ജനിച്ചു 3 മാസം അവന്റെ കൂടാരത്തിനകത്ത് അവന്റെ മാതാവ് അവനെ ഒളിപ്പിച്ചു. 3 മാസം മാതാവിനെ ഒളിപ്പിക്കാൻ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോ മോശയെ ഒളിപ്പിക്കാൻ മാതാവിന് കഴിഞ്ഞില്ല. ആമേൻ. മോശയുടെ മാതാവ് ചിന്തിച്ചത്, കർത്താവേ, നീ തന്ന വാഗ്ദത്തമല്ലേ, നീ തന്ന വാഗ്ദത്തമല്ലേ, ഞാൻ ഇതിനെ എന്നാൽ കഴിവോളം ഞാൻ അതിനെ മറച്ചു പിടിക്കും. ആമേൻ. അപ്പനമ്മമാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നിനക്ക് തന്ന വാഗ്ദത്തമാണോ നിന്റെ തലമുറ, മറക്കേണ്ട ഇടത്ത് നീ മറക്കണം, ഒളിപ്പിക്കേണ്ടടുത്ത് നീ ഒളിപ്പിക്കണം, ഇല്ലെങ്കിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ശത്രുവിന്റെ ലക്ഷ്യം വാഗ്ദത്തമുള്ളവനെയാണ്. എവിടെയും വന്നിരുന്ന് കൊട്ടിപ്പാടി പോകുന്നവനെ ശത്രുവിന് ലക്ഷ്യമില്ല, വാഗ്ദത്തമുള്ളവനെ ശത്രുവിന് ഇന്നും നോട്ടമുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള മോശ 3 മാസം മാത്രം കൂടാരത്തിനകത്ത് മാതാവിനെ ഒളിപ്പിക്കാൻ കഴിഞ്ഞു. ഒളിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധി വന്നപ്പോൾ അവിടം കൊണ്ട് വിട്ടുകൊടുത്തില്ല. മാതാവ് ചെയ്ത് കേൾക്കണമോ, ഒരു ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകം പണിതു. ഞാങ്ങണം കൊണ്ടൊരു പെട്ടകം പോലൊരു കവറിങ് ഉള്ളൊരു പെട്ടിയുണ്ടാക്കി അതിനകത്ത് വച്ചു, കീല് തേച്ചു. ഞാൻ അവിടെയൊക്കെ നിന്ന് പ്രസംഗിക്കണം, വേഗത്തിൽ ഞാൻ പോവുക. കീല് തേച്ചു. ഇനി ഇവനെ കൂടാരത്തിനകത്ത് വച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോശയുടെ അമ്മ ചെയ്തത് കേൾക്കണമോ, മനസ്സില്ല മനസ്സോടെ ഫറവോന്റെ ചേകവർ ഇവനെ വാളുകൊണ്ട് കൊല്ലും, അവനേക്കാൾ നല്ലതാണ് ഇവൻ നൈലിലൂടെ ഒഴുകിപ്പോയി, ഒരു പ്രതീക്ഷയുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെട്ടാലോ എന്ന് കരുതി
ആ അമ്മ ആ കുഞ്ഞിനെ ആമേൻ ആമേൻ ഞാങ്ങണപ്പെട്ടിക്കകത്ത് വച്ച് ഞാങ്ങണപ്പെട്ടി ആമേൻ നൈലിലേക്ക് ഒഴുക്കി വിട്ടു. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ആമേൻ വാക്തത്വം ഇപ്പോൾ എവിടെയാണ്? വാക്തത്വം ഇപ്പോൾ ഞാങ്ങണപ്പെട്ടിക്കകത്താണ്. എന്റെ ഭാഷയിൽ പറഞ്ഞ വാക്തത്വം ഇപ്പോൾ നൈലിനകത്ത് ഒഴുകുകയാണ്. ഇന്നലെ വരെ വാക്തത്വം കൂടാരത്തിനകത്തുണ്ടായിരുന്നു. ഇന്നലെ വരെ വാക്തത്വം കൈയുടെ തുമ്പിലുണ്ടായിരുന്നു. ഇന്നലെ വരെ വാക്തത്വത്തെ ചേർത്ത് പിടിക്കാൻ കഴിയുമായിരുന്നു. ഇന്നലെ വരെ വാക്തത്വത്തെ മറച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പ്രതികൂലങ്ങളേറിയപ്പോൾ, പ്രതിസന്ധികളേറിയപ്പോൾ ചേർത്ത് പിടിച്ച വാക്തത്വം ഇന്ന് നൈലിലൂടെ ഒഴുകുകയാണ്. ഈ രാത്രി ആമയെ മുറുകെ പിടിക്കാൻ കഴിയുവോളം ആമയെ നീ ചേർത്ത് പിടിച്ചോ. എന്നിട്ടും പ്രതികൂലം വന്നപ്പോ നിന്റെ കയ്യെത്താ ദൂരത്തുനിന്ന് വാക്തത്വം ഒഴുകി തുടങ്ങിയിട്ടുണ്ടോ? നിന്റെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? പാസ്റ്ററെ, ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ എൻ്റെ വാക്തത്വം ഏതൊക്കെ നൈലിൽ ഒഴുകുകയാ. ഇന്നലെ വരെ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇന്നലെ വരെ എൻ്റെ കണ്ണിൻ്റെ മുൻപിലുണ്ടായിരുന്നു, ഇന്നലെ വരെ ഞാൻ എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നൈലിനകത്ത് എൻ്റെ വാക്തത്വം എവിടേക്ക് ഒഴുകിപ്പോകുകയാ. ഇനി ഒരു പ്രതീക്ഷയില്ല പാസ്റ്ററെ, ഇനി മടങ്ങി വരാൻ ഒരു സാധ്യതയില്ല, ആ വാക്തത്വം നിവർത്തിക്കാൻ സാധ്യതയില്ല എന്നാരെങ്കിലും ഇന്ന് രാത്രി പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വാക്കു പറഞ്ഞവൻ മാറില്ല കുഞ്ഞ്. നിന്റെ വാക്തത്വം നൈലിനകത്ത് ഒഴുകിയാലും പിടിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പിടിച്ചോ. കരയാൻ കഴിയുമെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ദൂതേറ്റെടുക്ക. ഞാൻ ഉപവസിച്ചപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ വാക്തത്വം എൻ്റെ അടുക്കയുണ്ടായിരുന്നു, എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വാക്തത്വം എൻ്റെ കണ്ണിന്റെ മുൻപിലില്ല, അതേതോ വിദൂരതയിലേക്ക് ഒഴുകിപ്പോയി. ഇന്ന് രാത്രി നീ കാണുന്നില്ലേല് നിന്റെ വാക്തത്വത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്ക. ഇന്നലെ വരെ കരത്തിലുണ്ടായിരുന്ന വാക്തത്വം ഇന്ന് എവിടെയൊക്കെ ഒഴുകിപ്പോയും, ഏതൊക്കെ നൈലിനകത്ത് ഒഴുകിപ്പോയും പറയുമ്പോ ആരെങ്കിലും ഈ രാത്രി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്റെ തലമുറ പിന്മാറിയാൽ, നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്റെ കൂടാരത്തിന്റെ അവസ്ഥ എതിരായാൽ, നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്റെ മിനിസ്ട്രി എതിരായാൽ, ഇന്ന് രാത്രി ഒരു ഉറപ്പ് ഞാൻ പറയാ, എന്റെ ദൈവ വാക്കു പറഞ്ഞ അവൻ മാറില്ല. എന്റെ ദൈവ വാക്തത്വങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. ആഴമായി വചനം ആരെയൊക്കെ തൊടുക ഇന്ന് രാത്രി ഒഴുകി തുടങ്ങിയ വാക്തത്വം, നിന്റെ കയ്യിൽ നിന്ന് ഒഴുകി തുടങ്ങിയ വാക്തത്വം, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി തുടങ്ങിയ വാക്തത്വം ഈ രാത്രി നഷ്ടപ്പെട്ട എന്തൊക്കെ മടങ്ങി വരുന്നു, നഷ്ടപ്പെട്ട എന്തൊക്കെ മടങ്ങി വരുന്നു, നഷ്ടപ്പെട്ട ഭവനം മടങ്ങി വരുന്നു, നഷ്ടപ്പെട്ട ബിസിനസ് മടങ്ങി വരുന്നു, നഷ്ടപ്പെട്ട അനുഗ്രഹം മടങ്ങി വരുന്നു, നഷ്ടപ്പെട്ട വാക്തത്വം ഇവർത്തി. പ്രിയരെ, ഇന്നലെ വരെ ഈ വാക്തത്വം കൂടാരത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വാക്തത്വം നൈലിൽ ഒഴുകുക. ഇനി വാക്തത്വം നൈലിനകത്തൊഴുകുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ,
ഇന്നലെ വരെ മനുഷ്യന് സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇന്നലെ വരെ മനുഷ്യന് സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് രാത്രി മനുഷ്യന്റെ കരങ്ങൾ പിൻവലിക്കപ്പെട്ടു. മനുഷ്യൻ ഇനി കടിയില്ല. കാരണം നൈലിനകത്തൊഴുകുകയാ. ഇന്നലെ വരെ എറിഞ്ഞ ഏതൊക്കെ കുഞ്ഞുങ്ങള് ഭക്ഷിച്ച മത്സ്യങ്ങൾ ഈ നൈലിനകത്തുണ്ട്. ഇന്നലെ വരെ കൊന്നുകളഞ്ഞ അനേക നൈലിന്റെ ശക്തികൾ ഇന്നുണ്ട്. നിന്റെ വാഗ്ദത്തത്തെ തകർത്തു കളയുമെന്ന് കരുതി ഇന്ന് രാത്രി നീ ഭാരപ്പെടണ്ട. ആരെല്ലാം നൈൽ ഒതുക്കിയാലോ വാഗ്ദത്തമുള്ളവന് നൈലിന് ഒതുക്കാൻ കഴിയില്ല. പ്രിയരെ, ഈ നൈല അനേക കുഞ്ഞുങ്ങളെ ഒഴുകിക്കൊണ്ടുപോയതാ. ഈ നൈലിലുള്ള മത്സ്യങ്ങള് അനേക കുഞ്ഞുങ്ങളുടെ പച്ചമാംസം കൊത്തിത്തുന്നത്. ഈ നൈലിലൂടെ ഒഴുകിപ്പോയപ്പോഴാ വിദൂരതയ്ക്കകത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുക് പച്ചമാംസത്തെ കൊത്തിപ്പറിച്ചെടുത്തത്. രാത്രി ഞാൻ പറയാം, ആരെല്ലാം തകർന്നാലും നിന്റെ കണ്ണിന്റെ മുൻപിൽ വാക്തത്വം ഒഴുകി തുടങ്ങിയാലും നിന്റെ കയ്യെത്താ ദൂരത്ത് വാക്തത്വമില്ലേലും എത്ര വിദൂരതയിൽ ഒഴുകിപ്പോയാലും ഈ രാത്രി ഒരു ദൂത് കൈമാറാം. ദൈവമാണോ നിന്നോട് വാക്ക് പറഞ്ഞേ? അവൻ വാക്തത്വമുള്ള തലമുറയാണോ? എൻ്റെ ദൈവം വാക്തത്വമുള്ളവനെ വളർത്തും. നാം വായിച്ച കുറിവാക്യം ഇങ്ങനെയാ: അവൻ എന്ത് ഭാവിക്കുമെന്നറിയാൻ. ഹലോ, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ലൈവിലൂടെ ഈ ശബ്ദം കേൾക്കുമ്പോഴും നിന്റെ ഭാവി എന്താകുമെന്നറിയാ, നിന്റെ മിനിസ്ട്രി എന്താകുമെന്നറിയാ, നിന്റെ തലമുറ എന്താകുമെന്നറിയാ, നിന്റെ ജീവിതം എന്താകുമെന്നറിയാ. പലരും വിദൂരതയിൽ നിന്നും നോക്കിക്കൊണ്ടിരിക്കയല്ലേ നീ ഒന്ന് തകർന്നു കാണാൻ, നീ ഒന്ന് ഉടഞ്ഞു കാണാൻ, നീ ഒന്ന് തീർന്നു കാണാൻ. പദമൊന്ന് ശ്രദ്ധിച്ചേ. അവൻ എന്തു ഭാവിക്കുമെന്നറിയാൻ, അവന്റെ ഭാവി തകരുമോ എന്നറിയാൻ, അവളുടെ ജീവിതം തകരുമോ എന്നറിയാൻ, അവൻ ഈ നൈലിനകത്ത് തീർന്നു പോകുമോ എന്നറിയാൻ. ലോകം മുഴുവനും നിന്റെ തകർച്ച കാണാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, മോശ ഒഴുകുമ്പോൾ അവന്റെ പെങ്ങൾ വിദൂരതയിൽ നിന്ന് നോക്കുക, അവൻ എന്ത് ഭവിക്കുമെന്നറിയാം, വാഗ്ദത്തത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാം. ആരും കാണില്ല കേട്ടോ, ചേർത്ത് പിടിക്കുന്നവരാരും കാണില്ല. ഇന്ന് നിന്റെ കയ്യിലുള്ള നന്മകളൊന്നും കാണില്ല, ഈ സൗന്ദര്യമൊന്നും കാണില്ല, ഈ ആരോഗ്യമൊന്നും കാണില്ല. നീ ഒന്ന് തകർന്നെന്നറിയാൻ ഒരു കൂട്ടം പേർ നോക്കി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയാൻ കഴിയുമോ, വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട്, ശദ്രക് മേശക് അബേദ്നേഗോ എരിയുന്ന തീച്ചൂളയിലിട്ടു. അവന് എന്തു ഭവിച്ചു എന്നറിയാം. അവർ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നപ്പോൾ തീച്ചൂളയുടെ നടുവിൽ നാലാമനായി കർത്താവ് ഇറങ്ങി. ഇവിടെ മോശക്കുഞ്ഞിന്, നൈലിൽ ഒഴുകിപ്പോകുന്ന മോശക്കുഞ്ഞിന് എന്തു ഭവിച്ചു എന്നറിയാൻ ലോകമുറ്റു നോക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ആറ്റ വാക്ക് പ്രവചനം പോലെ അയക്കുക. നാട്ടുകാർ നിന്നെ ഉറ്റു നോക്കുന്നുണ്ടോ? കുടുംബക്കാർ നിന്നെ ഉറ്റു നോക്കുന്നുണ്ടോ? സ്നേഹിതർ നിന്നെ ഉറ്റു നോക്കുന്നുണ്ടോ? മാതാപിതാക്കൾ നിന്നെ ഉറ്റു നോക്കുന്നുണ്ടോ?
സഭക്കാർ നിന്നെ ഉറ്റുനോക്കുന്നുണ്ടോ? കൂട്ടുവിശ്വാസികളും കൂട്ടുവേലക്കാരും നിന്നെ ഉറ്റുനോക്കുന്നുണ്ടോ? സ്വന്തം സഹോദരങ്ങൾ നിന്നെ ഉറ്റുനോക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് കൈമാറാ. തകർച്ച കാണുമോ? ഉറ്റുനോക്കിയവരുടെ മുൻപിൽ ജയാളിയായി അമർത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയുമില്ലാതെ നൈലിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു ഞാങ്ങണപ്പെട്ടിക്കകത്ത് ഒഴുകുന്ന വാഗ്ദത്തത്തെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയാം, അവന്റെ പെങ്ങൾ ഉറ്റുനോക്കിയപ്പോൾ കണ്ട കാഴ്ച വചനം പറയുന്നു, നൈലിലൂടെ ഒഴുകി വിദൂരതയിൽ പോയ വാഗ്ദത്തത്തെ തിരിച്ചു പിടിക്കാൻ എൻ്റെ ദൈവം കൊട്ടാരത്തിൽ നിന്ന് ഒരുത്തി എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി, നിന്നെ വിടുതലിന് വേണ്ടി, ആമേൻ, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം തൊടേണ്ടവര് ഈ രാത്രി തൊടു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞ് ഈ ദൂത് സ്വീകരിച്ചാട്ടെ. ഉറ്റുനോക്കുന്നവർ കാണുക, ഉറ്റുനോക്കുന്നവർ കാണുക. ഇന്ന് രാത്രി ആ പദം ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ഉറ്റുനോക്കി നിൽക്കുന്നവർ കാണുക. അർഹതയില്ലാത്ത വ്യക്തികളെ ആത്മാവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. നിനക്കില്ല അറിയാത്ത വ്യക്തികളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത ചില ബന്ധങ്ങളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഇങ്ങനെ സ്തുതിച്ച പോരെ, കരമടിച്ചു വായികളെ തുറന്ന് എൻ്റെ ദൈവത്തിന് നല്ല ആരാധന കൊടുത്താട്ടെ, നല്ല ദൈവമകത്വം കൊടുത്താട്ടെ. ഈ രാത്രി വിശ്വസിക്കാമെങ്കിൽ ദൂത് പിടിച്ചോ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ സ്വീകരിക്കുക. ഇന്ന് രാത്രി നിന്റെ മാസം കാണാ, ഉറ്റുനോക്കിയവർ കാണുക, നിന്റെ തകർച്ച കാണുക, നോക്കി നിന്നവർ കാണുക. എൻ്റെ ദൈവം നിന്റെ ഉയർത്താൻ വേണ്ടി ചിലര് എൻ്റെ ദൈവം ഈ രാത്രി നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ഈ രാത്രി എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി കേട്ടോ, വചനം പറയുന്നു, ഒഴുകി തുടങ്ങിയ വാഗ്ദത്തം നോക്കി നിൽക്കുന്ന, അതിനെന്ത് ഭവിക്കുമെന്നറിയാൻ നോക്കി നിൽക്കുന്ന പെങ്ങൾ. ഹലോ, വീട്ടിനകത്ത് മാതാവ് വാഗ്ദത്തം ഒഴുകി തുടങ്ങി, ഇനി ലഭിക്കാൻ സാധ്യതയില്ല. വിദൂരതയിൽ നോക്കി നിൽക്കുന്ന പെങ്ങൾ. പക്ഷെ വചനം പറയുന്നു, കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രി മോശ കുഞ്ഞിനെ കണ്ടു. ഇന്ന് രാത്രി കാണേണ്ടവർ നിന്നെ കണ്ടില്ലേലും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ നിനക്ക് പ്രവർത്തിച്ചില്ലേ, ഇന്ന് രാത്രി നീ കാണുമെന്ന് കരുതിയവർ, ചേർത്ത് നിർത്തുമെന്ന് കരുതിയവർ ഒരു ചെറുവിരൽ പോലും നിനക്ക് വേണ്ടി അനക്കിയില്ലോ, ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട്, കാണുന്നൊരു സ്വർഗമുണ്ട്. വചനം പറയുന്നു, ഫറവോന്റെ പുത്രി ഞാങ്ങണകൾക്കിടയിൽ ഇരിക്കുന്ന പെട്ടകത്തെ കണ്ടു, ആ ഞാങ്ങണ പെട്ടിയെ കണ്ടു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, എവിടെ നിന്നോ നീ ഒഴുകിയോ അവിടെ തിരിച്ചു കൊണ്ടുവന്ന്, ഇന്നലെ വരെ അനുഭവിച്ചതല്ല. നിന്ന് പ്രസംഗിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, സമയമില്ല. ഇന്നലെ വരെ അനുഭവിച്ചതല്ല, എന്തു ഭവിക്കുമെന്ന് നോക്കി നിന്നവർ കണ്ട അമ്മയെ കാണുക. അതേ കണ്ണ് നീ രാജകീയ നന്മകൾ അനുഭവിക്കുന്നത് കാണത്തക്ക രീതിയിൽ നിന്നെ വാഗ്ദത്ത നിവർത്തി നടത്താൻ എൻ്റെ ദൈവശക്തനാണ്. ഞാങ്ങണപ്പെട്ടിക്കകത്തുനിന്ന് മോശയെടുത്ത് കൊണ്ടുപോയത് മിസ്രൈമിലെ കൊട്ടാരത്തെയാ. ഹലോ,
പെങ്ങള് നോക്കിയത് അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയാനാ. അവൻ എങ്ങനെയാ തകരുന്നേ ഒന്നൊന്ന്. ആമേൻ. പക്ഷെ അതേ കണ്ണ് ഒഴുകി തുടങ്ങിയ വാക്തത്വം, നൈലിനകത്ത് തീരേണ്ട വാക്തത്വം, കൊട്ടാരത്തിനകത്ത് ഓടിക്കളിച്ച് വളരുന്നത് കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്റെ തകർച്ച കാണാൻ കൊതിച്ച വ്യക്തികൾ നിന്നെ രാജകീയമായി വളർത്തുന്നത് കാണാൻ പോവുക. നീ മാത്രമല്ല വളർച്ച കാണാൻ പോകുന്നവർ. നിനക്കെന്തു ഭവിക്കുമെന്ന് വിദൂരതയിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയവർ കാണത്തക്ക രീതിയിൽ എന്റെ ദൈവം നിന്നെ വളർത്താൻ പോകുകയാ. വിശ്വസിക്കൂ, വിശ്വസിക്കൂ, വിശ്വസിക്കൂ. നീ തകരില്ല കുഞ്ഞ്. മാതാവേ, നിന്റെ തലമുറ തകരില്ല. പിതാവേ, കൂടപ്പിറപ്പേ, നീ തകർന്നു പോകില്ല. എവിടെ തകരുമെന്ന് ലോകവിധി എഴുതിയോ അതേ വശത്ത് രാജകീയമായി വളർത്തോ. അവൻ എന്ത് ഭവിക്കുമെന്ന് നോക്കി നിന്ന കണ്ണ് അവനെ രാജകീയ നിലവാരത്തിൽ എൻ്റെ ദൈവം വളർത്തുന്നത് കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹൃദയത്തെ തൊട്ട് ഞാനൊരു ദൂത് കൈമാറാം. നിനക്കെന്ത് ഭവിക്കുമെന്ന് വിദൂരതയിൽ ഒളിഞ്ഞു നിന്ന് നോക്കുന്നവരുണ്ട്, മാറി നിന്ന് നോക്കുന്നവരുണ്ട്. നിന്നെ വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടിട്ട്, നൈലിലേക്ക് ഒഴുക്കി വിട്ടിട്ട് മാറി നിന്ന് നിന്റെ തകർച്ച നോക്കുന്നവരുണ്ട്. വചനം പറയുന്നു, നീ മാത്രമല്ല, നൈലിലേക്ക് തള്ളിവിട്ട് നിന്റെ നാശം നോക്കി നിന്നവരും രാജകീയമായ വളർച്ച കാണും. രാജകീയമായ വളർച്ച കാണും. പിടിക്കാൻ കഴിയുമെങ്കിൽ ഒറ്റ വാക്കിലൊരു ദൂത് ഞാൻ കൈമാറാം. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറയുന്നുണ്ട്, ശത്രുക്കൾ മുൻപാകെ അവൻ വീരുന്നൊരുക്കി നിന്റെ തല എണ്ണ കൊണ്ട്. എവിടെയാ വിരുന്ന്? നിനക്കെന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവർ കാണുക, ശത്രുക്കൾ കാണുക. നീ ഒഴുകിപ്പോയി തീർന്നു പോകുമെന്ന വിധി എഴുതിയവർ കാണുക. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കും. അവിടം കൊണ്ട് തീരില്ല. നിന്റെ തലയെ എണ്ണ കൊണ്ട്. വചനം പറയുന്നു, മിസ്രൈമിൽ ഒരു രാജാവിനെ പോലെ മോശ വളർന്നു. അവിടം കൊണ്ട് തീർന്നില്ല. അവൻ്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം മിസ്രൈമിൻ്റെ നുകത്തെ തകർത്തു. ശത്രുവിൻ്റെ മുൻപിൽ മേശ മാത്രമല്ല, അഭിഷേകം നിറച്ചപ്പോൾ 400 വർഷത്തെ അടിമവാസം ഒറ്റ രാത്രി കൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ എൻ്റെ ദൈവം പൊളിച്ചെങ്കിൽ ഇന്ന് രാത്രി നിനക്കെന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവർ കാണുക. നിനക്ക് രാജകീയമായ വിരുന്ന് മാത്രമല്ല, അർഹതയില്ലാത്ത അഭിഷേകവും നൽകി ഈ തലമുറയിൽ വ്യത്യസ്തനായി നിൽക്കും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? വേഗത്തിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? എന്നെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥിച്ച് നിർത്താൻ പോവുക.